അധ്യായം മക്കിയായ അധ്യായത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ 93 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. പിന്നെ നംല് എന്നുള്ള ഈ പേര് വിശുദ്ധ ഖുർആനിൽ പല അധ്യായങ്ങളും ഇതേപോലെയുള്ള പല ജന്തുക്കളുടെയും പ്രാണികളുടെയും വസ്തുക്കളുടെയും ഒക്കെ നാമത്തിൽ നമുക്ക് അധ്യായങ്ങൾ കാണുവാൻ സാധിക്കും. ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പ് എന്ന് പറയുന്നതൊരു വലിയ അത്ഭുതകരമായൊരു സൃഷ്ടിയാണ്. ഉറുമ്പിൻ്റെ സാമൂഹിക ജീവിതത്തെയൊക്കെ ഒരുപാട് ആളുകൾ അപഗ്രഥിച്ച് എഴുതിയിട്ടുണ്ട്. ഒരുപാട് എഴുത്തുകാരും അതുപോലെയുള്ള പല ജന്തുശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ ഉറുമ്പുകളുടെ ലോകം വളരെ അത്ഭുതകരമായ ലോകമാണ് എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ സിസ്റ്റമാറ്റിക്കലാണ് അവയുടെ ജീവിതം. അവയെ സംബന്ധിച്ചിടത്തോളം അവ നൽകുന്ന ചില മെസ്സേജുകളുണ്ട് എന്നാണ്. മനുഷ്യരായ നമുക്ക് ഉറുമ്പുകളുടെ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉറുമ്പുകളിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇതിനൊരു ഉദാഹരണം പറയുന്നത് നമുക്കൊക്കെ പരിചയമാണ്. ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ടാണ് പോവുക. ആ ലൈനായിട്ട് ഇങ്ങനെ പോകുന്ന ആ ഉറുമ്പുകളുടെ വഴി തടസ്സപ്പെടുത്തി നമ്മൾ അവിടെ ഒരു വിരൽ വെച്ച് കൊടുത്താൽ ആ ഉറുമ്പുകൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോവില്ല. അപ്പോൾ പിന്തിരിഞ്ഞ് പിന്നോട്ട് യാത്രയാക്കൂല. മറിച്ച് ഒന്നുകിൽ നമ്മുടെ വിരലിനെ കയറി മറിയും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ന ഭിന്നമായിട്ട് വേറെ റൂട്ട് പിടിക്കും, അല്ലെങ്കിൽ വിരലിൻ്റെ അടിയിൽ കൂടെ നൂഴ്ന്ന് അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും. ഒരിക്കലും അവ പിന്തിരിയൂല എന്നാണ്. ഇത് മനുഷ്യനൊരു ഇബറത്തുണ്ട് എന്നാണ് പറയുന്നത്. എന്ത്? ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ വരുന്ന ഏത് തടസ്സങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലെത്തിയേ ഞാൻ അടങ്ങൂ എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജ് അവയുടെ ജീവിതത്തിൽ നിന്ന് മനുഷ്യർക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് അവയുടെ ആ വളരെ സിസ്റ്റമാറ്റിക്കലായ ആ യാത്രയും അതോടനുബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ്. അതേപോലെ മനുഷ്യർ വലിയ അഹങ്കാരം പറയാറുണ്ട്. മനുഷ്യർക്കാണ് വലിയ എല്ലാ ഹെൽത്തും മറ്റു കാര്യങ്ങളും. നമുക്ക് നമ്മളെക്കാണൊരു വെയിറ്റ് എടുക്കാൻ കഴിയൂല. അതേ അവസരത്തിൽ ഈ ഉറുമ്പുകളുടെ ലോകം പരിശോധിച്ചു നോക്കിയാൽ അവയുടെ വലുപ്പത്തിൻ്റെയും പിന്നെ തൂക്കത്തിൻ്റെയും എത്രയോ ഇരട്ടിയാണ് അവ ഏറ്റിക്കൊണ്ടു പോകുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഒരു ഉറുമ്പ് എത്ര അതിൻ്റെ വെയിറ്റ് ഉണ്ടാവുക. എത്ര വളരെ ചെറിയ രൂപത്തിലുള്ള വെയിറ്റ് ആയിരിക്കും, പക്ഷെ അത് ഏറ്റിക്കൊണ്ടു പോകുന്ന ഒരു അരിമണി അല്ലെങ്കിൽ അതിൻ്റെതായ ആ പിന്നെ ഭക്ഷ്യവസ്തുവിനെ അത് കൊണ്ടുപോകും. ചിലപ്പോൾ ഒരു പാറ്റ് അല്ലെങ്കിൽ കൂറ അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. എത്ര വലുതാണത്. അപ്പം അവയ്ക്ക് വലിയ നിശ്ചയദാർഢ്യമുണ്ട് എന്നുള്ളതാണ്. അവയ്ക്ക് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിശ്ചയദാർഢ്യം അത് മനുഷ്യന് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. തനിക്ക് കഴിയില്ല. അലസത വെടിയാൻ ഉറുമ്പുകളുടെ ലോകം മനുഷ്യന് ചില പാഠങ്ങൾ നൽകുന്നുണ്ട് എന്ന്. മനുഷ്യൻ അധ്വാനിക്കണം, എനിക്ക് കഴിയില്ല. ഈ അപകർഷതാബോധമുണ്ടല്ലോ, ഇൻഫീരിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ എനിക്കതിന് കഴിയില്ല എന്നുള്ള അല്ല, കഴിയും. അവയുടെ ജീവിതം നോക്കൂ എന്ന് അവയെ ചൂണ്ടിക്കൊണ്ട് പലരും ആ ഉറുമ്പുകളുടെ ലോകത്തിൽ നിന്ന് പാഠം പഠിക്കാൻ വേണ്ടി പറയുന്നതായി കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അവ എപ്പോഴും ഭാവിയിലെ ജീവിതത്തിന് വേണ്ടി എപ്പോഴും ചില മുൻകരുതലുകൾ എടുക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത്. അവയുടേതായ ഉഷ്ണകാലം, ശൈത്യകാലം, ഓരോ കാലഘട്ടത്തിലും അവയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാവുന്ന കാലമുണ്ട്. നല്ല മഴ പെയ്യുന്ന കാലം. ഉറുമ്പുകൾക്കും മനുഷ്യർക്കൊക്കെ പുറത്തിറങ്ങാൻ പോലെ പ്രയാസമുണ്ടല്ലോ. അപ്പോൾ ചൂടുകാലത്ത് ഇവ എന്ത് ചെയ്യും? ആ മഴക്കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കാലത്തേക്ക് വേണ്ടി ഇവയുടെ വിഭവങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ശേഖരിച്ച് വെക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഉറുമ്പുകൾക്ക് ഒരു ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു മുൻകരുതൽ. എപ്പോഴും ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഈ അവസ്ഥയൊന്നും തുടരൂല. ഈ ഉള്ള അവസ്ഥ എപ്പോഴും ഉണ്ടാവില്ല. ഒരു ക്ഷാമകാലവും വറുതികാലവും ഒക്കെ വരാനുണ്ട്. അങ്ങനെ ക്ഷേമമുള്ള കാലത്ത് ക്ഷാമകാലത്തേക്ക് വേണ്ടി മുൻകരുതലുകൾ നടത്തി ചിലതൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരു സിസ്റ്റം ഉറുമ്പുകളുടെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നൊക്കെ. ഈ പറഞ്ഞതും അല്ലാത്തതുമൊക്കെയായ ഒരുപാട് പഠനങ്ങൾ ഈ ഉറുമ്പുകളെ സംബന്ധിച്ച് ശാസ്ത്രലോകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനുഷ്യനൊരുപാട് മെസ്സേജുകളുണ്ട് എന്നുള്ളതിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം.